ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഈസ്തെറ്റിക് മാസൻറി. അപ്പം നമ്മൾ ഇന്ന് പിങ്കിഷ് ഡേ ആണ്. അപ്പം നമ്മൾ പിങ്കിഷ് ഡേക്ക് നമ്മൾ പിങ്ക് കളർ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്. ചെറിയ ആഡ് ഓൺസ് ഒക്കെ ചെയ്യാം. മാക്സിമം ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിങ്ക് ആയിരിക്കണം. അപ്പോൾ നാളെ ഏത് ഡേ ആണ് വേണ്ടതെന്ന് നിങ്ങളാണ് ചൂസ് ചെയ്യാനുള്ളത്. അപ്പം നാളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പം ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഗൈസ്. ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫസ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ 3mm 10 kg 295 റുപ്പീസിൻ്റെ 10 മീറ്റർ വയറാണിത്. അപ്പം ഇത് ആമസോണിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരുപാട് വയർ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. ഈ 10 kg അല്ലെങ്കിൽ 9.5 ഒക്കെ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ ഇതിനെക്കാട്ടിലും തിൻ വയർ വാങ്ങിച്ചപ്പോഴത്തേക്കും അത് എനിക്ക് ഇത്രയും സ്റ്റിഫായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഗേജ് കുറഞ്ഞതോ, എനിക്ക് ആ ഗേജിൻ്റെ കണക്ക് എനിക്കറിയത്തില്ല, അങ്ങനത്തെ ഇത് വാങ്ങിച്ചാൽ കുറച്ചും കൂടെ ബെറ്ററാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് ആ ഹാർട്ട് ചെയ്യാനുള്ളത്, അതായത് ഈ വയർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക, നമുക്ക് ഒരു പ്രിൻ്റഡ് അല്ലെങ്കിൽ വരച്ച എന്തെങ്കിലും പാറ്റേൺ വേണം. അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ വയർ വെച്ചിട്ട് ആ ഒരു പാറ്റേൺ നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏറ്റവും ഷോർട്ട് ഫറാണ്. ഫറിൽ 3 ടൈപ്പ് ഉണ്ട്. ഷോർട്ട് ഫറുണ്ട്, മീഡിയം ഫറുണ്ട്, ലോങ് ഫറുണ്ട്. അതിൽ ഷോർട്ട് ഫറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ മീഡിയം ഫറും നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷെ ലോങ് ഫറ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ ഷോർട്ട് ഫറാണ് എടുത്തിട്ടുള്ളത്. ഗ്ലൂ ഗണ്ണ് തേച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചെടുക്കുന്നത്. 3 സെൻറ്റിമീറ്റർ വീതിയാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 3 കൂടുതൽ എടുക്കണമെങ്കിൽ എടുക്കാം. പക്ഷേ ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനൊരു രസം കാണത്തില്ല. കാരണം നമ്മൾ ആ ഒരു വയറിൻ്റെ ഡയമീറ്റർ അനുസരിച്ചിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം 3 സെൻറ്റിമീറ്റർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വയറിലോട്ട് നമ്മൾ ഈ തച്ച് കൊടുത്തതിനെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അത് നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം അതിരിക്കാൻ വേണ്ടിയിട്ട്, സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ സോൾഡർ അയൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് സോൾഡർ ചെയ്തതിന് ശേഷം ആ തുണി ഇങ്ങനെ ഫറിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇനി ഞാൻ വിചാരിച്ചു ഇത്രയും ആയിട്ട് മാത്രം ഒരു എസ്തെറ്റിക് വൈബ് ഫീൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ലൈറ്റിങ്സ് കൊടുത്തു. അതിന് ഞാനിവിടെ യൂസ് ചെയ്തത് ഫെയറി ലൈറ്റാണ്. 160 റുപ്പീസിനൊക്കെ ബാറ്ററി ഇടാൻ പറ്റുന്ന ലൈറ്റ്സുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിന് ശേഷം ഈ വയറിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു ലവ് എന്ന് പറയുന്നൊരു റൈറ്റിങ്സ് വെച്ച് കൊടുത്തു. അതും കൂടെ വെച്ചപ്പോൾ അടിപൊളിയായി. ഇനി നമ്മുടെ സെക്കൻഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വെട്ടിയെടുത്തില്ലേ, അതിൽ തന്നെ നമുക്ക് നല്ലൊരു കിഡിലൻ ഹെയർ ആക്സസറീസും ആയിട്ടിടാം. അതുപോലെ തന്നെ നമുക്ക് കയ്യിൽ ഇങ്ങനെ ജസ്റ്റ് ബാൻഡ് പോലെ യൂസ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഇതിൻ്റെ പുറത്ത്, ഞാൻ ഈ പെൻ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ സ്റ്റാൻഡിങ് പെൻ പോലത്തെ സാധനങ്ങൾ നമുക്ക് ഇട്ട് വയ്ക്കാം. ഇനി തേർഡായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞു കുഞ്ഞു നോട്ട്സുകൾ എഴുതി വയ്ക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്കിൽ എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം സഡനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പിള്ളേർ വലിച്ചു കീറി കളഞ്ഞ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും ക്രഷ്ഡ് പേപ്പർ ആയിരുന്നാൽ പോലും നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പോൾ പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ നമ്മുടെ മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്കുള്ളൊരു പാറ്റേൺ ചെയ്യുക. പിന്നെ പഞ്ച് ചെയ്ത് ഹോളിടാൻ ഇല്ലാത്തവർ സൂചി എടുത്ത് ഒരു കുത്തു കൊടുക്കുമ്പോഴത്തേക്ക് അത് ഹോളാവും. എന്നിട്ട് അതിലൊരു ത്രെഡ് അറ്റാച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇനി അതിൽ എഴുതി കൊടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മെമ്മറി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം നമ്മുടെ ഓർമ്മകൾ നമുക്ക് ഇതുപോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ ലൈഫിൽ ഭയങ്കര നല്ലതായിരിക്കും. ഇനി അതിൽ കുറച്ചും കൂടെ ഒരു തോട്ട്ഫുൾ ഒരു സാധനം അല്ലെങ്കിൽ ഒരു എസ്തെറ്റിക് വൈബ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിലോട്ട്
ശിഖരങ്ങളും വരച്ചു കൊടുത്ത് വേരും വരച്ചു കൊടുക്കുകയാണ്. നമുക്ക് ശരിക്കും മെമ്മറി ഒരു ട്രീയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഓർമ്മകൾ അടിവേരുകളാണ്. അതുപോലെ തന്നെ അതിൽ നിന്നും കിളിർത്ത് വന്ന ഇലകളും പൂക്കളും പോലെയാണ് നമ്മുടെ ലൈഫിലെ ഓരോ കാര്യങ്ങളും. നിങ്ങൾക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നോ എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കൊരു ഒരു എസ്തറ്റിക് തിങ്ങായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ വരച്ചെന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബോയാണ്. ബോ വന്നിട്ട് നമുക്ക് കുറച്ച് യുണീക്കായിട്ട് ചെയ്താലോ. സൺഫ്ലവറൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല യുണീക്കായിട്ടുള്ളൊരു ബോ ചെയ്തെടുക്കാം. അപ്പം ഇതിൻ്റെ സൺഫ്ലവർ മേക്കിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫോം ക്ലേ ആണ്, ഹാർട്ടി ഫോം ക്ലേ. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഞാൻ അറേഞ്ച് ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കുക. വലുതും ചെറുതുമായിട്ടാണ് ഞാൻ അറേഞ്ച് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അതുപോലെ തന്നെ ഗ്യാപ്പ് വരാതെ നിങ്ങൾ വലിയ സൺഫ്ലവറും ചെറിയ സൺഫ്ലവറും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സൺഫ്ലവർ ഇല്ല എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ബീഡ്സുകൾ കാണുമല്ലോ, ഷുഗർ ബീഡ്സ് ആയിക്കോട്ടെ, കട്ട് ബീഡ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അല്ലാതെ റൗണ്ട് ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ്, അങ്ങനത്തെ ഏത് ബീഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഗ്യാപ്പില്ലാതെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഹെയർ ആക്സസറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇനിയെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ നല്ല രീതിക്ക് ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ സൺഫ്ലവേഴ്സ് യൂസ് ചെയ്തിട്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു നല്ലൊരു ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേൾസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഹാഫ് പേൾസാണ്. ഒരു പാക്കറ്റിന് 10 രൂപയ്ക്കുണ്ട്, 25 രൂപയ്ക്കുണ്ട്. അതുപോലെ തന്നെ ഹോൾ വരുന്നതുകൊണ്ട് അത് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിനെക്കാട്ടിലും നമുക്ക് കുറച്ചും കൂടി ഇങ്ങനത്തെ ഒരു സ്റ്റിക്കി പർപ്പസിനൊക്കെ ആണെങ്കിൽ ഇതാണ് നല്ലത്. ഒട്ടിച്ചു കൊടുത്താൽ മതിയല്ലോ. മറ്റേത് ചിലപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോഴത്തേക്കും ആ ഒരു ഗ്യാപ്പ് കാണാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് പകരം എന്തെങ്കിലും സ്റ്റോൺ കാര്യങ്ങളാണ് യൂസ് ചെയ്യാൻ ആഗ്രഹമെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് തിളക്കം ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ സ്റ്റോൺസ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ചെറുതും കിട്ടും. അതൊരു 25-10 രൂപ. അത് ഓരോ സ്ഥലത്തും 10 ഗ്രാം 20 ഗ്രാം അങ്ങനെ തൂക്കി വെച്ചിരിക്കുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രൈസ് വരുന്നത്. അതേപോലെ തന്നെ കുറച്ചും കൂടെ വലിയ സ്റ്റോൺസ് കിട്ടും. അതിനും ഗ്രാം കണക്കാണ് റേറ്റ് വരുന്നത്. ഇനി നമുക്ക് ആ ഒരു ഗോൾഡൻ കളർ ബോ കാണണം എന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഇതുപോലത്തെ മുത്തുകളോ സ്റ്റോൺ ചെയിനുകളോ ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ടാണ്. ഐസ്ക്രീം സ്റ്റിക്ക് ഞാൻ വാങ്ങിച്ചത് ഒരെണ്ണം 1 രൂപ ആ റേറ്റും ഉണ്ട്. അല്ലാതെ 50 എണ്ണം 10 രൂപ അങ്ങനെ എനിക്ക് തന്നതുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കടയിലെ റേറ്റ് അനുസരിച്ചിരിക്കും. അപ്പം ഇതും വളരെ സിമ്പിളാണ്. വീഡിയോയിൽ കണ്ട പോലെ ഒട്ടിച്ചെടുക്കുക. ഈ എൻ്റെ കയ്യിലിരിക്കുന്നത് പോളൻസ് ആണ്. അത് കുറച്ച് ഹൈ ക്വാളിറ്റി പോളൻസ് ആണ്. ഇത് വന്നിട്ട് എനിക്ക് എവിടെ നിന്നോ ഒരു വർഷം മുന്നേ കിട്ടിയതാണ്. ഞാൻ ഇങ്ങനെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനതിങ്ങനെ ക്ലൈംബ് ചെയ്യുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, ക്രീപ്പേഴ്സ്, സ്പ്രിങ് പോലത്തെ, അതേപോലെ ആക്കിയപ്പോഴത്തേക്കും എനിക്ക് കാണാൻ ഭയങ്കര ലുക്കായിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെടി വന്ന് നിൽക്കും പോലെ ആ ഒരു ഇതിന്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇതുപോലത്തെ എന്തെങ്കിലും ഒരു റൗണ്ട് സാധനം എടുക്കുക. അതിലിങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ഇറ്റ്സ് ലുക്ക് ലൈക്ക് എ സ്പ്രിങ്. ഭയങ്കര ക്യൂട്ടാണ്. നമുക്കിങ്ങനെ എന്താ ക്രീപ്പേഴ്സൊക്കെ കയറി പിടിച്ച പോലെ ഇരിക്കും. അതുമല്ല ഈ ഒരു പിങ്ക് കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എസ്തറ്റിക് വൈബുള്ള കളറാണ്. പിന്നെ ഞാനൊരു 300 GSMൻ്റെ പ്രിൻറ്റിങ് അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നും. പിന്നെ സെൻറ്ററിൽ ഒട്ടിച്ചേക്കുന്നത് സ്റ്റിക്കർ പേപ്പറാണ്. അത് നമ്മുടെ എസ്തറ്റിക് മാസൻട്രിയുടെ ലോഗോ ആണ്. ഏകദേശം ഇതിലുള്ളതിൻ്റെ എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ.